ദുഃഖമകന്ന ഗാർഹസ്ഥ്യം തുടരുന്നു. സ്നേഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കാപട്യം എന്ത്? നമ്മൾ ആരെയും സ്നേഹിക്കുന്നില്ല, നമ്മളെയും ആരും സ്നേഹിക്കുന്നില്ല. പിന്നെ സ്നേഹത്തിന്റെ ഒരു വ്യാപാരം നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് നമ്മുടെ എല്ലാ പ്രവൃത്തിയിലൂടെയും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കലാണ്. ഇത് ശരിയാണോ എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. നമ്മൾ എന്തിനെ സ്നേഹിക്കുന്നതും അതിനു വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. മകനെ സ്നേഹിക്കുന്നത് മകന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണ്. ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണ്. മകൻ തനിക്ക് സന്തോഷം തരുന്നത് കൊണ്ട് മകനെ സ്നേഹിക്കുന്നു. മകന്റെ മരണം അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം അത് അച്ഛന് ദുഃഖമുണ്ടാക്കുന്നു. അച്ഛന്റെ അഭിപ്രായം മകൻ അംഗീകരിക്കാതെ വരുമ്പോൾ അച്ഛന് മകനോട് ഇഷ്ടം കുറയുന്നു. വലുതാകുമ്പോൾ മകൻ അച്ഛന്റെ സുഖത്തിൽ കൈവയ്ക്കുമ്പോൾ അച്ഛൻ മകനെ കൊല്ലുന്നു. അതുപോലെ മകൻ വളർന്നു വലുതാകുമ്പോൾ അമ്മയുടെ വാക്കുകൾ അനുസരിക്കാതെ വരുമ്പോൾ അമ്മ മകനെ വെറുക്കുന്നു. അമ്മയുടെ സ്വാർത്ഥ താല്പര്യത്തിന് മകൻ തടസ്സം നിൽക്കുമ്പോൾ അമ്മയ്ക്ക് മകൻ ശത്രുവാകുന്നു. ആരാണ് മിത്രം? നമ്മുടെ ഇഷ്ടത്തിന് അനുകൂലമായി നിൽക്കുന്നവൻ. ആരാണ് നമ്മുടെ ശത്രു? നമ്മുടെ ഇഷ്ടത്തിന് എതിരായി നിൽക്കുന്നവൻ. നമ്മുടെ മിത്രവും നമ്മുടെ സുഖത്തിനെതിരായി നിന്നാൽ നമ്മുടെ ശത്രുവാകും. ഇങ്ങനെ മകനെ കൊല്ലുന്ന അമ്മയും, അമ്മയെ കൊല്ലുന്ന മകനെയും, അച്ഛനെ കൊല്ലുന്ന മകനെയും, മകനെ കൊല്ലുന്ന അച്ഛനെയും, ഭാര്യയെ കൊല്ലുന്ന ഭർത്താവിനെയും നമ്മൾ ദിവസവും അറിയുന്നുണ്ടല്ലോ. ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മളോട് തന്നെയാണെന്ന് മനസ്സിലാക്കാനാകും. ദരിദ്രനും രോഗിയുമായ ഒരാളെ തന്റെ ബന്ധുവാണെന്ന് പോലും അംഗീകരിക്കാത്ത ബന്ധുക്കൾ അയാൾ പ്രശസ്തനും ധനികനുമാണെങ്കിൽ തന്റെ ബന്ധുവാണെന്നുള്ളതിൽ അഭിമാനിക്കുന്നു. ഇതുപോലെ ധനികൻ ദരിദ്രനാകുമ്പോഴും സ്വന്തക്കാരും ബന്ധുക്കളും അകന്നുപോകും. ഇതിൽ നിന്നും മനുഷ്യൻ സ്നേഹിക്കുന്നത് മനുഷ്യനെയല്ല, അവന്റെ സമൂഹത്തിലുള്ള സ്റ്റാറ്റസിനെയാണ് എന്ന് മനസ്സിലാക്കാം. ആത്യന്തികമായി നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തെയുമല്ല നമ്മൾ സ്നേഹിക്കുന്നത്, ആത്മാവിനെയാണെന്ന് മനസ്സിലാകും. നമ്മുടെ ഒരു കാല് പഴുത്ത് ജീവന് ഭീഷണിയായി വന്നാൽ കാല് മുറിച്ച് ജീവനെ സംരക്ഷിക്കാൻ നോക്കുന്നു. നമ്മുടെ ദേഹം മുഴുവനും ആയിരക്കണക്കിന് സൂചി തറയ്ക്കുന്ന വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ആത്മഹത്യ ചെയ്യും. അവിടെ നമ്മൾ വേദനയുള്ള ദേഹത്തിന്റെ പിടിയിൽ നിന്നും ആത്മാവിനെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ആത്യന്തികമായ സ്നേഹം ആത്മാവിനോടാണെന്ന് വന്നുകൂടുന്നു. അങ്ങനെയുള്ള ആത്മാവിനെ സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. നമുക്ക് സന്തോഷം കിട്ടുന്നതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആത്മാവിനോടായതുകൊണ്ട് ആത്മാവ് സ്നേഹസ്വരൂപനാണെന്ന് തെളിയുന്നു. ആ ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ നമ്മുടെ കാപട്യമുള്ള സ്നേഹം ഇല്ലാതായി നമുക്ക് നിസ്വാർത്ഥനാകാം. നമ്മൾ മരിക്കുമ്പോൾ മറ്റുള്ളവർ കരയുന്നത് നമ്മുടെ വിയോഗത്താൽ അവർക്കുണ്ടായ നഷ്ടത്തെ ഓർത്താണ്. മരിച്ചയാളോട് ഓരോരുത്തർക്കും എത്രത്തോളം മമത്വമുണ്ടോ അത്രത്തോളം ദുഃഖം അവർക്ക് അനുഭവപ്പെടും. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ അമ്മ, ഇങ്ങനെ എൻ്റേതായതുകൊണ്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്ന മമത്വം നഷ്ടപ്പെടുമ്പോൾ നഷ്ടബോധമുണ്ടാകുന്നു. ഈ നഷ്ടബോധമാണ് ദുഃഖത്തിന് കാരണം. ഈ നഷ്ടബോധത്തെ കരഞ്ഞ് തീർക്കുന്നതോടുകൂടി മറ്റൊരു സങ്കല്പം മനസ്സിൽ ഉറയ്ക്കുന്നു, നഷ്ടപ്പെട്ടത് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ലെന്ന്. ആ സങ്കല്പം ഉറയ്ക്കുന്നതോടെ മരിച്ചവർ വീണ്ടും തിരിച്ചു വന്നാലും അവരെ സ്വീകരിക്കാൻ വൈമനസ്യമുണ്ടാകും. മരിക്കുന്നവരെ ഓർത്ത് പലരും ദുഃഖമില്ലാതെയും കരയും. മുതലക്കണ്ണീർ പൊഴിക്കുന്നവരുമുണ്ട്. മുതല കരയുന്നത് അതിന് ദുഃഖമുള്ളത് കൊണ്ടല്ല, തന്റെ ദുഃഖം കണ്ട് മറ്റു ജീവികൾ ആശ്വസിപ്പിക്കാൻ വരുമ്പോൾ അതിനെ ഭക്ഷിക്കാനാണ്. അതുപോലെ ചിലർ കരയുന്നത് ദുഃഖമുള്ളത് കൊണ്ടല്ല, താൻ കരഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി കരയുന്നു. ചിലർ മരിച്ചവർ ജീവിച്ചിരുന്നപ്പോൾ അയാളോട് കടമകളൊന്നും താൻ നിറവേറ്റിയില്ലല്ലോ എന്നോർത്ത് കുറ്റബോധം കൊണ്ട് കരയുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അയാളോടുള്ള തന്റെ കടമയൊക്കെ ചെയ്തയാൾ മരിച്ചുപോയ ആളിനെ ഓർത്ത് ദുഃഖിക്കുന്നില്ല. നമുക്ക് സന്തോഷം കിട്ടുന്നതിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മുടെ ആത്മാവിനോട് തന്നെയാണെങ്കിൽ ആത്മാവ് സ്നേഹസ്വരൂപനായിരിക്കണം. അങ്ങനെയുള്ള ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ നമ്മൾ സ്നേഹസ്വരൂപരായി തീരും. നമ്മുടെ സ്നേഹത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന കാപട്യം ഇല്ലാതാക്കുകയും ചെയ്താൽ എന്തുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിച്ച് നമ്മുടെ സ്വാർത്ഥ സ്നേഹം ഉപേക്ഷിച്ചുകൂടാ? നമ്മുടെ സ്നേഹത്തിൽ കാപട്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക്
കാപട്യമില്ലാത്ത സ്നേഹത്തിന് ഉടമയാകണമെന്ന ആഗ്രഹമുണ്ടാകൂ. നാം സ്വാർത്ഥനാണെന്ന് സമ്മതിച്ചാൽ നമുക്ക് നിസ്വാർത്ഥനാകാം. നമ്മൾ ഇപ്പോൾ തന്നെ നിസ്വാർത്ഥനാണെങ്കിൽ പിന്നെ നിസ്വാർത്ഥനായി തീരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സ്വാർത്ഥനാണെന്ന് ശരിക്കും മനസ്സിലാക്കിയ ഒരാൾക്ക് നിസ്വാർത്ഥനാകാൻ വേണ്ടി ശ്രമിക്കാൻ കഴിയുള്ളൂ. എല്ലാവരും സ്വാർത്ഥരാണ്. പക്ഷേ സ്വാർത്ഥത എല്ലാവരിലും കൂടിയും കുറഞ്ഞുമിരിക്കും. നമ്മൾ നിസ്വാർത്ഥനായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമില്ല. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ടാകണമെങ്കിൽ സ്വാർത്ഥതയില്ലാതാകണം. ചില സ്നേഹിതർ ധരിക്കുന്നു അവർക്ക് ആരാധകരുണ്ടെന്ന്. ആരും ആരുടെയും ആരാധകരല്ല. എല്ലാവരും അവരവരുടെ ആരാധകരാണ്. എല്ലാ ആരാധനയും അവനവനോടുള്ള ആരാധനയുടെ ബഹിർസ്ഫുരണമാണ്. അവൻ്റെ ആത്മാവ് ഒരിക്കലും നശിക്കത്തില്ല എന്നുള്ള അറിവ് അവൻ്റെ അന്തരാത്മാവിൽ ഉള്ളതുകൊണ്ടാണ്. സാഹസികനും നാശമില്ലാത്തവനുമായ നായകനെ അവൻ സ്നേഹിക്കുന്നത്. അവൻ്റെ ആത്മാവിനോടുള്ള സ്നേഹത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സിനിമയിലെ നായകനോട് അവന് തോന്നുന്നത്. നായകൻ നേരിട്ട് ആരാധകന്റെ സ്വാർത്ഥ താല്പര്യത്തിൽ കൈവച്ച് നോക്കിയാൽ അറിയാം അവൻ നായകനെയല്ല സ്നേഹിക്കുന്നത്, അവൻ അവനെ തന്നെയാണെന്ന്. ഈശ്വരനോടുള്ള സ്നേഹം പോലും അവനവനോടുള്ള സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമാണ്. ഗ്രന്ഥപാരായണം തുടരും.